RCB അങ്ങനെ IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. CSK ടീമിനെ തോൽപ്പിച്ച് മികച്ച രീതിയിലാണ് RCB പ്ലേ ഓഫിലെത്തിയത്. എന്നാൽ രാജസ്ഥാന് മുന്നിൽ RCBക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്ന് കളി തോറ്റ ശേഷം RCB താരം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാച്ചിൽ രാജസ്ഥാൻ തോറ്റിട്ടുണ്ടായിരുന്നു. എന്നാൽ RCBക്കെതിരെ മികച്ച വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ഇന്ന് കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ ഒരു പ്രകടനം ഇന്നത്തെ മാച്ചിൽ കളിക്കാൻ സാധിച്ചില്ല. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചു. പ്രധാനമായും ബാറ്റിംഗ് ആണ് പണിയായത്. ഒരു 200 റൺസെങ്കിലും ടാർഗറ്റ് ഞങ്ങൾക്കിന്ന് ആവശ്യമായിരുന്നു. പക്ഷെ ഞങ്ങൾ 172 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് കളി തോൽക്കാൻ കാരണമായത്. സഞ്ജുവിന്റെ രാജസ്ഥാൻ മികച്ചവരാണ്. അവർക്കെതിരെ ഞങ്ങൾ ഈ സീസണിൽ ഒരു വട്ടം തോറ്റതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. ഞങ്ങൾ പേടിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. രാജസ്ഥാന്റെ ബൗളേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ബൗളിംഗിൽ സഞ്ജു നടത്തിയ തന്ത്രങ്ങളാണ് ഞങ്ങൾക്ക് പണിയായത്. ഞങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കപ്പ് നേടുമെന്നായിരുന്നു ഞാൻ കരുതിയത്. കാരണം ഞങ്ങൾ അത്രയ്ക്കും മികച്ച ഫോമിലായിരുന്നു. പക്ഷെ ഇന്നത്തെ മാച്ചിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഞങ്ങൾക്ക് തീരെ ഭാഗ്യമില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കളി തോറ്റതിൽ വിഷമമുണ്ടെന്നും അടുത്ത പ്രാവശ്യം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി. RCB ആരാധകർ നിരാശയിലാണ്. മികച്ച രീതിയിലാണ് RCB പ്ലേ ഓഫിലെത്തിയത്. പുറത്താകലിന്റെ വക്കിൽ നിന്ന് പ്ലേ ഓഫിലെത്തി. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. പ്ലേ ഓഫിൽ രാജസ്ഥാനോട് തോറ്റ് RCB പുറത്തായിരിക്കുകയാണ്. ഇതേ സമയം രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. ഇപ്രാവശ്യം രാജസ്ഥാൻ 2 കളിപ്പിച്ചാണ് വന്നിരിക്കുന്നത്. സഞ്ജു രാജസ്ഥാന് വേണ്ടി കപ്പ് നേടിക്കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.